ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് 3 പൈ സെൻറ്റിമീറ്റർ. അതിൻ്റെ പരപ്പളവ് എത്ര? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 3 പൈ സെൻറ്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. നമുക്ക് ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്, നമുക്കതിൻ്റെ പരപ്പളവ് കാണണം. പരപ്പളവ് പറഞ്ഞാൽ വിസ്തീർണം. അപ്പോൾ വൃത്തത്തിൻ്റെ പരപ്പളവ്, വൃത്തത്തിൻ്റെ വിസ്തീർണം കാണുന്നുള്ള സൂത്രവാക്യം πr² ആണ്. വൃത്തത്തിൻ്റെ പരപ്പളവ് πr². ഇതിൽ r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആരം, റേഡിയസ് ആരം നമുക്കത് തന്നിട്ടില്ല. പകരം എന്ത് തന്നിട്ടുണ്ട്? വൃത്തത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 3 പൈ. വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 2πr. വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 2πr ആണ്. 2πr = 3 പൈ. ഇതിന്ന് r കാണണമെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഇൻറ്റു പൈ സമത്തിൻ്റെ ഇൻറ്റു 2 പൈ സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോവുക. r കാണണമെങ്കിൽ ആറിൻ്റെ കൂടെ ഒരു ഇൻറ്റു 2 പൈ ഉണ്ട്. സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഇൻറ്റു ഉള്ളത് ബൈ ആവും. അപ്പോൾ r = 3 പൈ ബൈ 2 പൈ. പൈ വെട്ടിപ്പോയിട്ട് 3/2. നമുക്ക് ആരം കിട്ടി 3/2. ഇനി നമുക്ക് ഈ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യത്തിൽ വില കൊടുക്കാം. πr². പൈ ഇൻറ്റു ആരം നമുക്ക് 3/2 കിട്ടി. അപ്പോൾ r² പറയുമ്പോൾ 3/2². പൈ ഇൻറ്റു 3/2² പറഞ്ഞാൽ 3നും സ്ക്വയർ എടുക്കണം, 2നും സ്ക്വയർ എടുക്കണം. 3ൻ്റെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ പൈ ഇൻറ്റു 9/4. അതായത് 9/4 പൈ എന്ന് വരും. ഈ 9/4 നമുക്കിതിനെ മിശ്ര ഭിന്നാക്കാം. 9/4 നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. 9ൽ 4 2 പ്രാവശ്യം, 9ൽ 4 2 പ്രാവശ്യം, 24 8. അവിടെ ശിഷ്ടം 1 വരുന്നുണ്ട്, ഛേദം 4. ഉത്തരം 2 1/4 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ.